രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്ന് ദുരിതമനുഭവിക്കവരെ സഹായിക്കുകയാണ് വേണ്ടത്. ഭരിക്കുന്നവരാരെന്ന് നോക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കരുത്. ഇത്തരമൊരു പദ്ധതി മാതൃകാ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായി സഹകരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഇനിയും കോൺഗ്രസ്സിന് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ, യൂത്ത് കോൺഗ്രസ്സിന് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ സമാന്തരമായി വീട് നിർമ്മാണത്തിന് പോകാതെ വന്യജീവി ആക്രമണ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ദുരിതമനുഭവിക്കുന്നവരെ അയച്ച് വീണ്ടും ഒരു ദുരിതത്തിലെത്തിക്കാതെ ഈ ടൗൺഷിപ്പിൽ അവരും പങ്കുചേരുകയാണ് വേണ്ടത്. അവരുടെ കയ്യിൽ എത്ര തുകയാണോ ഉള്ളത് അത് ടൗൺഷിപ്പിൽ പണിയുന്ന വീടുകൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ അടക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ദുരിതമനുഭവിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. വീടുകൾ കൈമാറുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണ്. ഒരു മാതൃകാ പദ്ധതി സംസ്ഥാന സർക്കാർ ദുരന്തബാധിതർക്കായി സമർപ്പിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ കാണുമ്പോൾ? രാജ്യത്ത് മാതൃകയായ ഒരു ടൗൺഷിപ്പാണ് ദുരന്തബാധിതർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. LDF സർക്കാർ അന്ന് വാഗ്ദാനം ചെയ്ത കാര്യമാണ് ഇവിടെ പൂവണിയുന്നത്. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, മുണ്ടക്കയം ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു സാമ്പത്തിക സഹായവും നൽകിയില്ല. എന്നിട്ടും LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇത്തരമൊരു സമഗ്രമായ പദ്ധതി തയ്യാറാക്കുകയും നിരവധി തടസ്സങ്ങളുണ്ടായിട്ടും അതെല്ലാം ജുഡീഷ്യറിയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയും ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇത് പൂർത്തിയാവുന്നത്. ഇത്തരമൊരു പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് ടൗൺഷിപ്പ് പണിയുന്നതിനു വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ച കാലത്ത് കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ അതിനോട് യോജിച്ചില്ല. എന്ന് മാത്രമല്ല, അവർ പ്രത്യേകമായി പണം പിരിച്ച് കോൺഗ്രസ്സിന് നൽകി. അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രത്യേകമായി പണം പിരിച്ച് അവരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. എന്നാൽ DYFI ആക്രി ശേഖരിച്ച് വിറ്റ് കിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതുകൊണ്ട് ഇവിടെ പണിയുന്ന ടൗൺഷിപ്പിൽ DYFIയുടെ സംഭാവനയും ഉണ്ട് എന്ന് പറയാൻ കഴിയും. അവർ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ 20 കോടി രൂപ നൽകിയതിനാൽ 100 വീടുകൾക്കുള്ള ധനസഹായമായിട്ടത് മാറുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഈ മാതൃക യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചില്ല? അന്ന് 30 വീട് നിർമ്മിക്കുമെന്ന് ഫണ്ട് പിരിക്കുന്നതിനിടയിൽ പ്രഖ്യാപിച്ച നേതാവ് ഇപ്പോൾ ജയിലിലാണ്. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുമായിരുന്നു. അത് അവർ ചെയ്യാതിരുന്നത് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിലുള്ള ഒരാളാണ് എന്നതുകൊണ്ടാണ്. ഈ ദുരിതത്തിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്താൻ പാടില്ല. ദുരിതമനുഭവിക്കുന്നവർ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവരുണ്ട്. ദുരിതത്തിലും രാഷ്ട്രീയം കലർത്തുക എന്ന കോൺഗ്രസിൻ്റെ സമീപനമാണ് 2018 1000 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണം ശേഖരിച്ചത് ഒന്നും ചെലവഴിക്കാതിരുന്നതും ഇപ്പോൾ 100 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വീട് നിർമ്മാണം പ്രതിസന്ധിയിലായത്. അവരിപ്പോൾ കണ്ടെത്തിയ ഭൂമിയാവട്ടെ വന്യജീവി ആക്രമണ ശല്യമുള്ള ഭൂമിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരായ പലരും കോൺഗ്രസ്സുകാരുടെ വീടും കാത്തിരിക്കുന്ന അവർക്ക് നിരാശയുണ്ടായത്. അപ്പം അതുകൊണ്ട് ഈ സർക്കാർ സംരംഭവുമായി എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടിയിരുന്നത്. CPIM അന്ന് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ
മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന വീടുകളിലും കടകളിലും കയറി ശേഖരിക്കുകയും അത് അതത് ആളുകളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓൺലൈനായും മറ്റും അയക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് CPIM-ന് കൃത്യമായി ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് ശേഖരണത്തിൽ വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഇടപെടാൻ കഴിഞ്ഞത്. ആരാണോ സംഭാവന നൽകുന്നത് അവരുടെ പേര് DYFI ആക്രി ശേഖരിച്ച് അത് വിറ്റ് പണമാക്കിയത് കൊണ്ടാണ് DYFI ഒന്നിച്ച് പണം നൽകിയത്. അവർ പണം ശേഖരിച്ചിരുന്നില്ല. യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ പണമാണ് ശേഖരിച്ചത്. അവർക്കൊട്ട് വീട് നിർമ്മാണത്തിൻ്റെ അടുത്തുപോലും എത്താൻ കഴിഞ്ഞിട്ടില്ല.